101 വയസ്സിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം വാസുവേട്ടൻ. 11 വയസ്സിൽ അച്ഛന്റെ കൈപിടിച്ച് ഗാന്ധിജിയെ കണ്ടതും പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായതുമൊക്കെ പറയുമ്പോൾ സോഷ്യോ വാസു എന്ന പുതിയപറമ്പിൽ വാസുവിന് പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കാണ്. 1934 ഹരിജന ഫണ്ട് പിരിക്കാനായി കോഴിക്കോടെത്തിയപ്പോഴാണ് ഗാന്ധിജിയെ വാസുവേട്ടൻ ആദ്യമായി കാണുന്നത്. ചെറുവണ്ണൂരിൽ നിന്ന് കോൺഗ്രസുകാരനായ അച്ഛന്റെ കൈപിടിച്ചെത്തിയ 11കാരന്റെ മനസ്സിൽ അന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ ആഴത്തിലാണ് പതിഞ്ഞത്. 18 വയസ്സിൽ കോൺഗ്രസുകാരനായി, പിന്നീട് സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവ സാന്നിധ്യമായി. അച്ഛൻ കൂട്ടിക്കൊണ്ടേക്ക് കാര്യം കാണിച്ചാണ്. അച്ഛൻ കോൺഗ്രസ്സുകാരൻ, അങ്ങനെയാണ് പോയത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. ഗാന്ധിനെ കണ്ടാൽ ഉണ്ടാവില്ല, അവരുടെ പ്രയാസം നടത്താം. 34 അത്ര കണ്ടായപ്പോൾ അത് വളരെ ദൂരത്താണ് കാണുന്നത്. നൂറുകണക്കിന് ആളുണ്ടല്ലോ. അങ്ങനെ നടന്ന് പോയിക്കൊണ്ട് ഏകദേശം ഇത് പൊന്നോട് ഞങ്ങളുടെ ഗാന്ധികൾക്കൊക്കെ നീ ചെയ്യുന്ന പോകുമ്പോൾ ഗാന്ധിയെ കണ്ട ആളാണ് അത് എന്തെന്ന് അറിയും. പിന്നെ അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനായിരുന്നു ആദ്യത്തെ ജയിൽവാസം. 1924 സമരത്തിന്റെ ഭാഗമായി കുണ്ടായിത്തോട് മുതൽ ചെറുവണ്ണൂര് വരെ നടന്ന ജാഥയിൽ അണിനിരന്നതിന്, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായതിന് പിന്നീട് 4 തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. കോഴിക്കോട്, കോയമ്പത്തൂർ ജയിലുകളിൽ അനുഭവിച്ചത് കടുത്ത യാതനകളായിരുന്നു. എന്റെ ശരീരം പോലീസുകാരുടെ നല്ലോണം കിട്ടി. നല്ലോണം പറഞ്ഞാൽ ഞങ്ങൾ 42 ചെറുവണ്ണൂർ ഇങ്ങോട്ട് ഫിലിമിൽ നിൽക്കാറ് കോൺഗ്രസ് നിരോധിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു കുറ്റിയുടെ കോഴിക്കോട് സ്കൂൾ പോകുമ്പോൾ ഇക്കറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ഇവിടെ യാഥാർത്ഥ്യം കോൺഗ്രസ് നിരോധിച്ച സംഘടനയാണ്. പക്ഷെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വേറെ ആത്മഹത്യ ചെറുപുഴ ആത്മഹ ആകെ 2 മുറി കിട്ടണം ഇവിടെ. അവിടെ പിന്നെ ഞങ്ങളുടെ ലോക്കപ്പിലിട്ടത് ഒരു മൂത്രവും മരവും എല്ലാം കൂടി ഇട്ട് ലോക്കപ്പ് മുറിയും. നല്ല പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഭാഗ്യത്തിന് ജീവിക്കുന്നുണ്ട് മാത്രമേ. അന്ന് നല്ല പോലീസുമുണ്ട് അവിടെ. അന്നും നല്ല ജയിലിൽ വിടുന്നത് വലിയ വിട്ടായില്ലല്ലോ. കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതോടെയാണ് പുതിയപറമ്പിൽ വാസു സോഷ്യോ വാസുവായത്. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നത് മറ്റൊരു സവിശേഷതയാണ്. പ്രായം 101 ശാരീരിക അവശതയിലും ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇന്നും സജീവമാണ് വാസുവേട്ടൻ. ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.